2-3 മാസം കൊണ്ട് ഈ കോർപ്പറേഷൻ്റെ കൗൺസിൽ യോഗത്തിനകത്ത് ഈ സൂദൻ പങ്കെടുക്കുന്നില്ല. സൂദൻ പങ്കെടുക്കാത്തത് ഒളിവ് ജീവിതം നയിക്കുന്നത് കൊണ്ടാണ്. ഇയാൾ 2012 തന്നെ റൗഡി ലിസ്റ്റിൽ ഉണ്ടായിരുന്നിട്ട് അത് ഞാൻ മേയർ എന്നുള്ള രൂപത്തിൽ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു യാഥാർത്ഥ്യവും ഇല്ല എന്നുള്ളതാണ്. നഗരസഭയ്ക്കകത്തുള്ള ഈ പറയുന്ന ഗുണ്ടാ ലിസ്റ്റിനകത്തുള്ളവരെല്ലാം എടുത്തു നോക്കിയാൽ അവരെല്ലാം BJPക്കാരാണ്. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ BJP വാർഡ് കൗൺസിലറായ ആർ സുഗതൻ കാപ്പ കേസിലെ പ്രതിയാണ് എന്ന് പോലീസ് അറിയിച്ചില്ല എന്നുള്ള വാദമാണ് മേയർ VV രാജേഷ് ഉന്നയിച്ചത്. ഈ വാദം പാളിയോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് CPMന്റെ വാർഡ് കൗൺസിലറായ SP ദീപക്. ഒക്കെ തെറ്റായ വിവരങ്ങളല്ലേ? എല്ലാ മാധ്യമങ്ങളിൽ കൂടിയും ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നതാണ്. 2-3 മാസം കൊണ്ട് ഈ കോർപ്പറേഷൻ്റെ കൗൺസിൽ യോഗത്തിനകത്ത് ഈ സൂദൻ പങ്കെടുക്കുന്നില്ല. സൂദൻ പങ്കെടുക്കാത്തത് ഒളിവ് ജീവിതം നയിക്കുന്നത് കൊണ്ടാണ്. പോലീസ് വാറണ്ട് നിലനിൽക്കുന്നത് കൊണ്ടും പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ് ഇദ്ദേഹം 2 കൗൺസിലിൽ 2 മാസമായിട്ട് ഇവിടെ പങ്കെടുക്കാത്തത്. അതിനെ തുടർന്ന് നമ്മുടെ മാധ്യമങ്ങളിൽ മുഴുവൻ ഈ കാപ്പ കേസിനെ സംബന്ധിച്ചും അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ക്രിമിനൽ കേസുകളെ സംബന്ധിച്ചും എല്ലാം പുറത്തു വന്നതാണ്. ഇയാൾ 2012 തന്നെ റൗഡി ലിസ്റ്റിൽ ഉണ്ടായിരുന്നിട്ട് അത് ഞാൻ മേയർ എന്നുള്ള രൂപത്തിൽ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു യാഥാർത്ഥ്യവും ഇല്ല എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ ഈ കൗൺസിലർ ആയതിന് ശേഷം തന്നെ 2 കേസുകൾ വളരെ സീരിയസ് ആയിട്ടുള്ള ക്രിമിനൽ കേസുകൾ, ഒരാളെ പാര കൊണ്ട് അടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് പോയി എന്നുള്ളത്, ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിട്ടുള്ള ഒരു പിന്നോക്കക്കാരനെ അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള ഒരു വളരെ ഗുരുതരമായിട്ടുള്ള കേസുണ്ട്. ആ കേസിനും അതിനെ സംബന്ധിച്ചും എല്ലാമുള്ള പോലീസ് അറസ്റ്റും കാര്യങ്ങളും എല്ലാം വന്നപ്പോഴത്തേക്ക് ഇതേ മേയറുടെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാരാണ് സ്റ്റേഷൻ്റെ മുന്നിലേക്ക് മാർച്ച് നടത്തിയത്. അപ്പോൾ ഇത് അറിഞ്ഞുകൂടാന്ന് പറയുന്നതിനകത്ത് വാസ്തവമല്ലോ. എന്തായിരുന്നാലും ഇന്നത്തെ മാധ്യമങ്ങളിൽ കൂടിയും എല്ലാം പുറലോകം അറിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്നത് തന്നെ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് വളരെ ഗുരുതരമായിട്ടുള്ള റിപ്പോർട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ക്രിമിനൽ കേസുകളെല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. ആ ക്രിമിനൽ കേസിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കളക്ടർ ഇട്ടിരിക്കുന്ന ഉത്തരവെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പുറത്തു നിന്നാൽ ജനത്തിനും പൊതുസമൂഹത്തിനും ഭീഷണിയാണെന്നുള്ളത് ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ട് ഇപ്പോൾ കളക്ടർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ യഥാർത്ഥത്തിൽ ഇത് അപമാനമെന്ന് പറഞ്ഞാൽ നഗരസഭയുടെ മുമ്പിൽ ഇതുപോലൊരു കാപ്പ കേസിനകത്തും ഇതുപോലൊരു വലിയ കൊടും ക്രിമിനലിനെയും സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അടിയന്തരമായിട്ട് മേയർ ചെയ്യേണ്ടത് ഇതിനെ പുറത്താക്കുകയാണ്. അതല്ലാതെ ഈ പറയുന്നത് പോലെ തന്നെ പലതരത്തിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടെടുക്കുന്നത് ഈ പറയുന്ന നഗരസഭയ്ക്ക് ചേർന്നതല്ല, മേയർ പദവിക്ക് ചേർന്നതല്ല. ഇന്നലെ അവർ നടത്തിയ കൗൺസിലർമാർ നിരന്ന് നിന്നുകൊണ്ട് നടത്തിയ സ്റ്റേഷൻ മാർച്ച് എന്ന് പറയുന്നത് ഈ പറയുന്ന നഗരസഭയുടെ ഈ അധികാരം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള നിയമവ്യവസ്ഥയോടുള്ള വടുത്ത വെല്ലുവിളിയാണെന്നുള്ള കാര്യത്തിനകത്ത് സംശയം. വർഷങ്ങളായി ഇയാൾ ഗുണ്ടയാണ് എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ കൗൺസിലർ സ്ഥാനാർത്ഥിയായി വന്നു എന്നുള്ളതാണ് അത് BJP അല്ലേ തീരുമാനിക്കുന്നത്. ഇതുപോലുള്ള ഇത്തരമുള്ള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസാണ് BJPയുടെ ഇന്നത്തെ തലസ്ഥാന നഗരത്തിനകത്തുള്ള പ്രധാന പ്രവർത്തകരെന്ന് പറയുന്നത്. അവർക്കെല്ലാം സംരക്ഷണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. നഗരസഭയ്ക്കകത്തുള്ള ഈ പറയുന്ന ഗുണ്ടാ ലിസ്റ്റിനകത്തുള്ളവരെല്ലാം എടുത്തു നോക്കിയാൽ അവരെല്ലാം BJPക്കാരാണ്. അവരെല്ലാം സംരക്ഷിക്കുകയാണ് ഈ മേയറുടെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വട്ടിയൂർക്കാവ് SHOയ്ക്കെതിരെയൊക്കെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുന്നത്. SHO ഇതിനകത്ത് എന്ത് പിഴച്ചു? നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ വളരെ ഈ ഒരു മേയറെ പോലുള്ള അല്ലെങ്കിൽ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഈ ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹം, ഒരു അഡ്വക്കേറ്റ് ആണെന്ന് ആണ്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഈ കാപ്പ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത് ഒരു SHO വിചാരിച്ചാൽ മാത്രം തീരുന്നതാണ്. ഇതൊരു റിപ്പോർട്ട് പോലീസ് കൊടുത്ത് പോലീസിലെ ഹയർ അതോറിറ്റീസ് ആയിട്ടുള്ള ആളുകളെല്ലാം കണ്ട് DGP ഉൾപ്പെടെയുള്ളവർ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർക്ക് പോകുന്നത്. ആ കളക്ടറാണ് അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത്. ആ ഉത്തരവിനകത്ത് പറയുന്നുണ്ട് നിരവധിയായിട്ടുള്ള വാർണിംഗ് ഇയാൾക്ക് കൊടുത്തിരുന്നു. ഇയാൾ നിയമലംഘനം സ്ഥിരമായിട്ട് നടത്തുന്ന ആളാണ്. അതുകൊണ്ട് ഇയാളെ ഒരു കാരണവശാലും പുറത്ത് നിൽക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഈ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഉത്തരവിറക്കിയത്. ആ അറസ്റ്റാണ് വിപിൻ നടത്തിയത്. വിപിൻ ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഗുണ്ടയുടെ അടക്കം ഈ രാഷ്ട്രീയ വളർച്ച ഇപ്പോൾ ചർച്ചയാവുകയല്ലേ? അല്ല, തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയത്തിനകത്ത് ക്രിമിനൽ വൽക്കരണം എന്ന് പറയുന്നത് എന്നും നാടിനാപത്താണ്. അതാണ് ഏത് ഓട്ടോ ഡ്രൈവർ
അതെ അതെ, ഇത് ഒരു ഓട്ടോ ഡ്രൈവറായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം തുടങ്ങുന്നത്. പിന്നെ സിനിമ കാണുന്നത് പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ വളർച്ചയെന്ന് പറയുന്നത്. ഇദ്ദേഹം നടത്തിയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയുന്നത് ആ രൂപത്തിലുള്ളതാണ്. നിങ്ങളൊന്ന് തിരക്കി നോക്കിയാൽ അറിയാൻ പറ്റും. നാട്ടിലൊന്ന് തിരക്കി നോക്കിയാൽ മതി. പ്രശ്നക്കാരനാണ്, ചെറിയ പ്രശ്നക്കാരനല്ല, വലിയ പ്രശ്നക്കാരനാണ്. കൗൺസിലർ സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇത് ഇങ്ങനെ ഒരു അപമാനം നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല, ഇത് പുറത്താക്കണം. എന്തായാലും 2023-ലും 2025-ലും കാപ്പ പ്രകാരം സുഗതനെതിരെ കുറ്റം ചുമത്തിയിരുന്നു. മൂന്നാം തവണയും കാപ്പ ചുമത്തി ഉത്തരവിറങ്ങിയത് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതിന് തൊട്ട് തലേന്നാണ്. കാപ്പ അടക്കം 7 കേസുകളിൽ പ്രതിയായിരിക്കുമ്പോഴാണ് വാഴോട്ടുകോണത്ത് സുഗതനെ BJP തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്നതും സുഗതൻ കാപ്പ കേസിൽ പ്രതിയാണ് എന്ന വിവരം പോലീസ് അറിയിച്ചില്ല എന്ന മേയർ VV രാജേഷിന്റെ വാദം തെളിയിക്കുന്ന പോലീസ് രേഖകളാണ് പുറത്ത് വന്നിരിക്കുന്നത്. സുഗതനെതിരെ ആദ്യം കാപ്പ ചുമത്തുന്നത് 2023-ലാണ്. കാപ്പ നിയമപ്രകാരം കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് ഒന്നുകിൽ തടവിലിടുകയോ അല്ലെങ്കിൽ നാട് കടത്തുകയോ 6 മാസം സ്റ്റേഷനിൽ വന്ന് ഒപ്പിടുകയോ വേണം. 2023-ൽ ആദ്യ കാപ്പ കേസിൽ അങ്ങനെ 6 മാസം സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ടു എന്നുള്ളതാണ് വിവരം. പിന്നീട് 2025-ലും കാപ്പ ചുമത്തി 4 മാസം ഒപ്പിട്ടപ്പോഴേക്കും ബാക്കിയുള്ള 2 മാസം ഇളവ് ചെയ്യുകയും ചെയ്തു. ഇതിനെല്ലാം ഇടയിലാണ് 2019 മുതൽ 2026 വരെ 3 വധശ്രമ കേസുകൾ ഉൾപ്പെടെ 7 ക്രിമിനൽ കേസുകളിൽ സുഗതൻ പ്രതിയായത്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.